മോർ ആൻഡ് വ്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. ഞാൻ ബിനു നായർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡോബ് പേജ് മേക്കറിന്റെ ആദ്യത്തെ ക്ലാസ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. ഇന്ന് നമുക്ക് രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫയൽ മെനുവിൽ ന്യൂ കമാൻഡ് എടുത്തുകൊണ്ട് നമ്മളൊരു പുതിയ വർക്ക് ഷീറ്റ് എടുക്കുകയുണ്ടായി. അതിനുശേഷം നമ്മൾ ടൂൾ ബോക്സിൽ സെലക്ട് ടൂള് അതുപോലെ ടെക്സ്റ്റ് ടൂൾ, ഈ രണ്ട് ടൂളാണ് വ്യക്തമായിട്ട് പരിചയപ്പെട്ടത്. നമുക്ക് അടുത്ത ടൂള് പരിചയപ്പെടാം. ഞാൻ ഇവിടെ ഈ രണ്ട് ടൂളുകളെ ഇവിടെ സ്കിപ്പ് ചെയ്തുകൊണ്ട് ഞാൻ മറ്റു രണ്ട് ടൂളുകളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ പറയുന്ന ടൂള് ലൈൻ ടൂള്. ഫ്രീ ഫ്രം ലൈൻ എന്നാണ് ഈ ടൂളിന്റെ പേര്. നമുക്ക് ഫ്രീ ആയിട്ട് ലൈൻ വരയ്ക്കാം. ഓക്കെ, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ലൈൻ വരയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ടൂള് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കൂ, ലൈൻ എങ്ങോട്ടാണോ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. ഫ്രീ ഫ്രം ലൈൻ. ഓക്കെ, എങ്ങനെ വളച്ചു വേണമെങ്കിലും നമുക്കിത് എടുക്കാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഫ്രീ ഫ്രം ലൈൻ എന്ന് പറയുന്ന ടൂൾ. ഇതുപോലെ തന്നെ സമാന രീതിയിലുള്ള ഒരു ടൂളാണ് സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്ന ഒരു ടൂള്. സ്ട്രൈറ്റ് ലൈൻ ടൂൾ, നേരത്തെ നമ്മൾ പറഞ്ഞത് ഫ്രീ ഫ്രം ലൈൻ ടൂൾ, നെക്സ്റ്റ് സ്ട്രൈറ്റ് ലൈൻ ടൂൾ. നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ വരയ്ക്കാനാണ്. നമുക്ക് ഹൊറിസോണ്ടലി വെർട്ടിക്കലി നമുക്ക് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സ്ട്രൈറ്റ് ലൈൻ ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു കോണിൽ നിന്നും ഇങ്ങോട്ടേക്ക് നമ്മൾ ഇങ്ങനെ ഒരു വര വരയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ രൂപത്തിലായിരിക്കും ഇത് കിട്ടുന്നത്. നേരത്തെ നമ്മൾ ഫ്രീ ഫ്രം ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ചെറിയ ചെറിയ വളവുകളൊക്കെ അതിലുണ്ടാവും. ഈ വളവുകൾ അതിൽ കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ ടൂളാണ് യൂസ് ചെയ്യുന്നതെങ്കിലോ കറക്റ്റ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. അതിന് ബെൻഡ് ഒന്നും എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. അതാണ് ഈ രണ്ട് ടൂളിന്റെയും പ്രത്യേകത. ഓക്കെ, നോക്കൂ, നമുക്ക് ഒരിക്കൽ കൂടെ ഞാൻ അതിന്റെ ഉപയോഗം കാണിക്കാം. ഞാൻ വരച്ചത് സ്ട്രൈറ്റ് ലൈൻ ആണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്ട്രൈറ്റ് ആയിട്ടാണ് ആ ലൈൻ വന്നിട്ടുള്ളത്. ഇതിന്റെ ഇടയ്ക്ക് ഒരു ബെൻഡ് ഒന്നും നമുക്ക് കാണാനില്ല. ഞാൻ ഇവിടെ നിന്ന് സ്ട്രൈറ്റ് ലൈൻ ടൂൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഇങ്ങോട്ടേക്ക് നോക്കൂ, നമുക്ക് ഇങ്ങനെ ഒരു പ്രത്യേക ശൈലിയിൽ ഇത് വരയ്ക്കാൻ പറ്റില്ല. നമുക്ക് ഇങ്ങോട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ അത് കിട്ടില്ല. ഓക്കെ, ഇവിടെ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുകയാണ്, ഇവിടേക്കാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, അങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അതിനൊരു പ്രത്യേക ഡയഗണൽ ഉണ്ട്. ആ ഡയഗണലായിരിക്കും അത് വരച്ചു പോകും. കണ്ടോ? പക്ഷെ നമുക്ക് നമ്മുടെ ഫ്രീ ഫ്രം സെലക്ട് ആണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങോട്ടേക്ക് വേണമെങ്കിലും വരയ്ക്കാം. അപ്പൊ കണ്ടോ, ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. അപ്പൊ കണ്ടോ, ആ ലൈനിൽ ഒരു ബെൻഡ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ സ്ട്രൈറ്റ് ലൈൻ ടൂൾ ആണെന്നുണ്ടെങ്കിലോ നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള രൂപത്തിൽ ഇങ്ങനെ വളച്ചെടുക്കാൻ സാധിക്കില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. മനസ്സിലായല്ലോ? പ്രധാനമായിട്ട് സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രൈറ്റ് ലൈൻ ടൂൾ യൂസ് ചെയ്യുന്നത്. ഫ്രീ ഫ്രം ലൈൻ ടൂൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എങ്ങോട്ടേക്ക് വേണമെങ്കിലും ലൈൻസ് വരയ്ക്കാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ലൈൻ വരയ്ക്കുന്ന സമയത്ത് നമുക്കിവിടെ അതിന്റെ ഒരു കമാൻഡ് കൂടെ ഞാൻ പറയുക. ഈ ലൈനിന്റെ കട്ടി കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ ഒരു വിഡ്ത്ത് കൂട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മുടെ സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. നമുക്കിവിടെ എലമെന്റ് എന്ന് പറയുന്ന ഈ മെനുവിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് സ്ട്രോക്ക്, ഈ സ്ട്രോക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കൂ, ഇത് പല തരത്തിലുള്ള സ്ട്രോക്ക് ആണ്. ലൈനിന്റെ കട്ടി എത്ര വേണം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ വരച്ചത് 1 PT എന്ന് പറയുന്ന അളവിലാണ് ഇപ്പൊ നമ്മൾ ലൈൻ വരച്ചത്. നമുക്ക് ഇത്രയും കൂടെ കനം കൂടിയ ലൈനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതെടുക്കാം. അപ്പൊ 12 അല്ലെ, 12 PT ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നോക്കൂ, നമ്മുടെ ലൈൻ ഇത്രയും വണ്ണത്തിലായിരിക്കും ഉണ്ടാവുന്നത്. കണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ലൈൻ വരച്ചതിന് ശേഷം ഇപ്പൊ നമുക്ക് ഏത് ലൈനിന്റെ കനമാണോ നമുക്ക് കൂട്ടി കൊടുക്കേണ്ടത് ആ ലൈൻ സെലക്ട് ചെയ്യാം. നമ്മുടെ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, കറക്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എലമെന്റ് മെനുവില് സ്ട്രോക്ക് എന്ന് പറയുന്ന കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇത്രയും സ്ട്രോക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഇത്ര മോഡൽ സ്ട്രോക്കുകളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഡോട്ട് ആയിട്ടുള്ള സ്ട്രോക്കാണ് നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ ഡോട്ട് സ്ട്രോക്ക് നമുക്ക് കൊടുക്കാം. ഇനി ഇവിടെ ഉള്ളത് മാക്സിമം 12 PT ആണ് അല്ലെ. നമുക്ക് അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കസ്റ്റം ചെയ്യാനുള്ള ഒരു ഓപ്ഷനും പേജ് മേക്കർ തരുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്കിന്റെ വെയിറ്റ് നമുക്ക് ഇവിടെ കസ്റ്റം ചെയ്യാം. നമുക്ക് അവിടെ 12 ആയിരുന്നു കിട്ടിയത്, നമുക്കൊരു 15 വേണമെങ്കിൽ 15 എന്ന സ്ട്രോക്ക് നമുക്ക് കൊടുക്കാം. കണ്ടോ? ഓക്കെ, സ്ട്രോക്ക് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. സ്ട്രോക്ക് നമുക്ക് കസ്റ്റം ചെയ്യാൻ സാധിക്കും. നമ്മളെ എലമെന്റിൽ സ്ട്രോക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് കസ്റ്റം എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്യാം. നമുക്ക് മാക്സിമം സ്ട്രോക്ക് എന്ന് പറയുന്നത് 800 പോയിന്റ് വരെ നമുക്ക് സ്ട്രോക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് വലിയൊരു ബോക്സ് പോലെ ആയിരിക്കും ഈ ലൈൻ നമുക്ക് കിട്ടുന്നത്. നോക്കൂ, കണ്ടില്ലേ?
അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് സ്ട്രോക്കിനെ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. നോക്കൂ, നമ്മളിപ്പോ വരച്ച സ്ട്രോക്കിന്റെ കനം കണ്ടോ, ഇത്രയും കനത്തിലാണ് കേട്ടോ ഈ ലൈൻ വരുന്നത്. ഓക്കെ, അപ്പൊ 800 പോയിന്റ് വരെയൊക്കെ നമുക്ക് സ്ട്രോക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിലുള്ള സ്ട്രോക്ക് മതി എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലൈൻ ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യാം, എലമെന്റ് മെനുവില് സ്ട്രോക്ക് എന്ന് പറയാം. ഇതിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 12 പോയിന്റ് വരെയാണ്. അത് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് 12 PT എന്നുള്ളത് സെലക്ട് ചെയ്യാം. 12 PT-യിലായിരിക്കും നമ്മുടെ ലൈനിന്റെ വെയിറ്റ് വരുന്നത്. ഓക്കെ, നമുക്ക് ഏത് ലൈൻ, നമ്മളിപ്പോ ലൈൻ വരച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് ഏത് ലൈനിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ സ്ട്രോക്കിന്റെ സ്റ്റൈല് മാറ്റി കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഏത് ലൈനിന്റെ തിക്നെസ് ആണോ കൂട്ടി കൊടുക്കേണ്ടത് ആ ലൈനിൽ സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ആ ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2 എഡ്ജിലും ഇതുപോലെ ഒരു സെലക്ഷൻ പോയിന്റ് വന്നിട്ടുണ്ടാവും. ഇതിനെ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതിനെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്കിതിന്റെ സ്ട്രോക്കിന്റെ സ്റ്റൈൽ മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, എലമെന്റ് മെനുവിൽ ക്ലിക്ക് ചെയ്യാം, സ്ട്രോക്ക് എന്ന് പറയാം. അതിനുശേഷം നമുക്ക് ഇതിൽ ഏത് സ്ട്രോക്കാണ് നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് ആ സ്ട്രോക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ, ഫ്രീ ഫ്രം ലൈനും അതുപോലെ ലൈൻ ടൂളും. നെക്സ്റ്റ് നമുക്ക് റെക്ടാങ്കിൾ ടൂൾ എന്താന്നുള്ളത് പരിചയപ്പെടാം. ഓക്കെ, നമുക്ക് റെക്ടാങ്കിൾ വരയ്ക്കുന്നതിന് വേണ്ടിയാണ് റെക്ടാങ്കിൾ ടൂൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ സെലക്ട് ചെയ്യാം, ശേഷം നമുക്ക് നമ്മുടെ റെക്ടാങ്കിൾ നമുക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ റെക്ടാങ്കിൾ ഒക്കെ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ സൈസ് കറക്റ്റ്, അതായത് അതിന്റെ വീതി, നീളം, അതൊക്കെ നമുക്ക് കറക്റ്റ് സ്പെസിഫൈ ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റും. അതിന് നമ്മൾ ഇവിടെ നമുക്ക് കൺട്രോൾ പാലറ്റ് ഉണ്ട് അല്ലെ, ഇവിടെ നമ്മൾ ഈ കൺട്രോൾ പാലറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിന്റെ കറക്റ്റ് അളവ് പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമ്മളിവിടെ വരയ്ക്കുന്ന റെക്ടാങ്കിളിന്റെ സൈസ് നോക്കൂ. നമ്മൾ റെക്ടാങ്കിൾ വരച്ചപ്പോ ഈ കൺട്രോൾ പാലറ്റിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ എടുത്തിരിക്കുന്ന ടൂൾ ഏതാണോ ആ ടൂളിൻ്റെതായിരിക്കും ഈ കൺട്രോൾ പാലറ്റ്. ഇപ്പൊ നമ്മൾ ടെക്സ്റ്റ് ടൂളാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫോണ്ട് മാറ്റാനും ബോൾഡ് ആക്കാനും ഇറ്റാലിക്സ് ആക്കാനും അണ്ടർലൈൻ ചെയ്യാനും സൈസ് കൂട്ടാനും മറ്റുള്ള കാര്യങ്ങളായിരിക്കും ഈ കൺട്രോൾ പാലറ്റ് കാണിക്കുന്നത്. ഇനി നമ്മൾ ഒരു റെക്ടാങ്കിൾ ആണ് എടുക്കുന്നതെങ്കിലോ റെക്ടാങ്കിൾ എടുത്ത് വരച്ചു കഴിഞ്ഞാൽ ആ റെക്ടാങ്കിളിന്റെ കൺട്രോൾ പാലറ്റ് ആയിരിക്കും അത്. ഓക്കെ, അതായത് ആ റെക്ടാങ്കിളിൽ ഇരിക്കുന്ന XY പൊസിഷൻ ഏതാന്നുള്ളത് കാണിച്ചു തരും, അതിന്റെ വിഡ്ത്ത് കാണിച്ചു തരും. കണ്ടില്ലേ? അപ്പൊ നമുക്ക് ഈ റെക്ടാങ്കിളിൽ നമുക്ക് അതിന്റെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ട് വരയ്ക്കാൻ സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മളൊരു റെക്ടാങ്കിൾ വരച്ചു, അതിനുശേഷം നമ്മൾ ഇവിടെ നോക്കും വിഡ്ത്ത് ഇപ്പൊ 1.547 ഇഞ്ചാണ് അതിന്റെ വീതി എന്ന് പറയുന്നത്. നമുക്കൊരു 1 ഇഞ്ച് മതി. ഓക്കെ, അപ്പൊ നമ്മൾ 1 ടൈപ്പ് ചെയ്യാം. അതേപോലെ നമ്മൾ അതിന്റെ ഹൈറ്റ് നമുക്ക് 1 മതി. ഓക്കെ, 1 എന്ന് ടൈപ്പ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചു നോക്കൂ, നമുക്ക് ആ ഒരു സൈസിലായിരിക്കും നമ്മുടെ റെക്ടാങ്കിൾ വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കസ്റ്റം ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ നോഡിൽ പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് തന്നെ കസ്റ്റം ചെയ്യാം. പക്ഷെ നമുക്ക് അതിന്റെ ഹൈറ്റും വിഡ്ത്തും കറക്റ്റ് പറഞ്ഞു കൊടുത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ കൺട്രോൾ പാലറ്റ് വന്നിട്ട് വിഡ്ത്തും ഹൈറ്റും നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമാൻഡ് ഞാൻ മെനുവിൽ പറയാൻ പോവാണ്. നമ്മൾ നേരത്തെ സ്ട്രോക്കിനെ കുറിച്ച് സംസാരിച്ച പോലെ നമുക്ക് ഇതിലൊരു കളർ ഫില്ല് ചെയ്യാം. നമുക്ക് ഈ റെക്ടാങ്കിളിൽ നമുക്കൊരു കളർ ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 വഴിയുണ്ട്. ഒന്ന്, നമ്മളിവിടെ വിൻഡോ എന്ന് പറയുന്ന മെനുവിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നോക്കൂ, ഷോ കളേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഷോ കളേഴ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നോക്കൂ, നമുക്ക് ഇവിടെ ഒരു കളർ പാലറ്റ് തന്നെ വന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ ഏറ്റവും ടോപ്പിൽ നോക്കും 3 ഓപ്ഷൻസ് കാണാം. ഇവിടെ ഒരു ലൈന്, ഇത് ലൈൻ കളർ ചേഞ്ച് ചെയ്യാന്, ഇത് കളർ ഫില്ല് ചെയ്യാന്. അപ്പൊ ഇവിടെ കളർ ഫില്ല് ചെയ്യും. ഇപ്പൊ നമ്മൾ റെക്ടാങ്കിൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ പറയാണ് കളർ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിൽ ഏത് കളറാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ കളർ സെലക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ, നമ്മൾ ആ കളർ ഫില്ല് ചെയ്തപ്പോ ഇതിന്റെ ഔട്ട്ലൈൻ കളർ ഒന്നും മാറിയിട്ടില്ല അല്ലെ. ഔട്ട്ലൈൻ കളറിൽ റെഡ് വന്നിട്ടില്ല. ഔട്ട്ലൈന് നേരത്തെ ഉണ്ടായിരുന്ന ബ്ലാക്ക് കളർ തന്നെയാണ് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, രണ്ടാമത്തെ ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിന്റെ ഉള്ളില് കളർ ഫില്ല് ചെയ്യാനാണ്. എന്ത് ചെയ്യില്ല, ഔട്ട്ലൈൻ കളർ മാറില്ല. ഇനി ഔട്ട്ലൈൻ കളർ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ ഇത് ഔട്ട്ലൈൻ കളർ കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ അത് ചൂസ് ചെയ്യുക. അതിനുശേഷം ഔട്ട്ലൈൻ ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ കളർ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഞാൻ ഗ്രീൻ ആണ് ചൂസ് ചെയ്തത്. ഗ്രീൻ കളറിൽ ഔട്ട്ലൈൻ വന്നു. ഇനി ഇവിടെ 3ാമത്തെ ഓപ്ഷൻ എന്താന്നുള്ള സംശയം ഉണ്ടായിരിക്കും. 3ാമത്തെ ഓപ്ഷൻ എന്താന്ന് വെച്ചാൽ ഔട്ട്ലൈൻ ആൻഡ് ഫിൽ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കളറും നമുക്ക് ഒന്നിച്ച് ചേഞ്ച് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ 3ാമത്തെ ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, 3ാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഔട്ട്ലൈനും ഫിൽ കളറും എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ കളറിലൊന്ന് ക്ലിക്ക് ചെയ്യാം.
നോക്കൂ, ഞാൻ മജന്ത സെലക്ട് ചെയ്തു. അപ്പൊ നോക്കൂ, ഔട്ട്ലൈൻ കളറും അതുപോലെ തന്നെ ഫിൽ കളറും മജന്ത വന്നു. ഓക്കെ, അപ്പൊ ഈ 3 ഓപ്ഷന്റെ ഉപയോഗം മനസ്സിലായല്ലോ. ഇത് ലൈൻ കളർ മാത്രം ചേഞ്ച് ചെയ്യാന്, ഇത് ഫിൽ കളർ ചേഞ്ച് ചെയ്യാന്, ഇത് ഫിൽ ആൻഡ് ലൈൻ കളർ ചേഞ്ച് ചെയ്യാൻ. രണ്ടും ഒരേ കളറായിട്ട് മാറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കൂ, ടിന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ടിന്റ് എന്ന് പറഞ്ഞാല് കളറിന്റെ കാഠിന്യം അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിന്റെ ഡാർക്ക്നെസ് ആയിട്ട് വേണോ ലൈറ്റ് ആയിട്ട് വേണോ എന്ന് സെറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ടിന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇവിടെ നമുക്ക് ടിന്റ് 100% എന്ന് പറഞ്ഞാൽ മജന്റയുടെ 100%, ഇതാണ് യഥാർത്ഥ മജന്റ എന്ന് പറയുന്നത്. നമുക്ക് ഈ മജന്റ കളർ ലൈറ്റ് ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ടിന്റിന്റെ ഇവിടെ ഈ 100% ഈ ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് എത്ര വേണ്ടെന്ന് വെച്ചാൽ പറയാം. നമുക്ക് മജന്റയുടെ 50% മതി. അപ്പൊ നമുക്ക് ഒരു ലൈറ്റ് മജന്റ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നല്ല ഡാർക്ക് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഏത് കളറും അതിൻ്റെതായ ഡാർക്ക് എന്ന് പറയുന്നത് എന്താണ്, 100% ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ടിന്റ് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് കളറ് അതിൽ ഫില്ല് ചെയ്യുന്ന കളറിന്റെ അളവ്, അതായത് കാഠിന്യം എത്രമാത്രം വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു കളർ പാലറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കളർ ഫില്ല് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് എവിടെ നിന്ന് എടുത്തെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ വിൻഡോ മെനുവിൽ നിന്ന് നമുക്കിവിടെ ഷോ കളേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ നമുക്കിവിടെ ഷോ കളേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ഹൈഡ് കളേഴ്സ് എന്നായിരിക്കും ഉണ്ടാവുന്നത്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താലോ നമ്മുടെ കളർ ബോക്സ് ഇവിടെ നിന്ന് പോയി. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, വിൻഡോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷോ കളേഴ്സ് എന്ന് പറയാം. ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ കൺട്രോൾ പാലറ്റ് ഇരിക്കുന്നുണ്ട് അല്ലെ. ഇത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വിൻഡോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹൈഡ് കൺട്രോൾ പാലറ്റ് എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് നമ്മളെ കൺട്രോൾ പാലറ്റ് പോയി. അപ്പൊ നമ്മൾ പേജ് മേക്കർ ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺട്രോൾ പാലറ്റ് കാണുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം, വിൻഡോയിൽ വന്നിട്ട് ഷോ കൺട്രോൾ പാലറ്റ് എന്ന് പറയാം. ഷോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഹൈഡ് ആവും. അതേപോലെ ചില സമയത്ത് നമുക്ക് ടൂൾ ബോക്സ് കാണില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇവിടെ ഹൈഡ് ടൂൾസ് ആയിരിക്കും. ടൂൾസ് കാണുന്നില്ല അല്ലെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഷോ ടൂൾസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ ടൂൾ ബോക്സ് ഇവിടെ വരും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഓൺ ചെയ്താൽ മതി, ആവശ്യമില്ലാത്ത സമയത്ത് അത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ നമുക്ക് വൃത്തം വരയ്ക്കുന്നതിന് വേണ്ടി, സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നോക്കൂ, ക്ലിക്ക് ചെയ്യാം, നമ്മൾക്ക് സർക്കിൾ വരയ്ക്കാം. കണ്ടോ, നമുക്ക് എങ്ങനെയുള്ള സർക്കിൾ വേണമെങ്കിലും വരയ്ക്കാൻ സാധിക്കും. ഞാൻ എല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്ത് ക്ലീൻ ചെയ്യാം. നോക്കൂ, നമ്മൾ സർക്കിൾ ടൂൾ എടുത്തു. ഓക്കെ, നമുക്ക് സർക്കിൾ വരയ്ക്കാം. ഓക്കെ, നമ്മൾ സർക്കിൾ വരയ്ക്കുന്ന സമയത്ത് ഷിഫ്റ്റ് എന്ന കീ ഹോൾഡ് ചെയ്തുകൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് നോക്കൂ, കറക്റ്റ് വൃത്തായിരിക്കും കിട്ടുന്നത്. നോക്കൂ, ദീർഘവൃത്താവില്ല, ഇത് കറക്റ്റ് വൃത്തായിരിക്കും. കണ്ടോ? ഓക്കെ, അത് നമ്മൾ റെക്ടാംഗിൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതേ സിസ്റ്റം ഉപയോഗിക്കാം. അതായത് നമ്മൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ സമചതുരമായിരിക്കും കിട്ടുക. അതായത് നീളവും വീതി ഒരേപോലെ ഇരിക്കും. ഓക്കെ, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് വരയ്ക്കുക. കേട്ടോ? അപ്പോൾ റെക്ടാംഗിൾ വരയ്ക്കാൻ വേണ്ടിയുള്ള ടൂളാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് റെക്ടാംഗിൾ വരയ്ക്കാം. ഓക്കെ, നേരത്തെ നമ്മൾ സ്ട്രോക്കിന്റെ ഓപ്ഷൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ നമുക്ക് ഈ റെക്ടാംഗിളിന്റെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ വരച്ച സ്ക്വയറിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ സ്ട്രോക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കും. നമുക്ക് ഇവിടെ എലമെന്റിൽ നമ്മൾ സ്ട്രോക്ക് എടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ സ്ട്രോക്കുകൾ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സ്ട്രോക്ക് അതിന് കൊടുക്കാം. കേട്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ വരച്ച ഈ ഒരു ബോക്സ് റെക്ടാംഗിൾ, ഇതിന് നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ ഔട്ട്ലൈൻ മാറ്റി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ പറഞ്ഞു എലമെന്റിലെ സ്ട്രോക്ക്. നോക്കൂ, നമുക്ക് ഇങ്ങനെ മതി എന്നുണ്ടെങ്കിൽ ഈ ഔട്ട്ലൈൻ സെലക്ട് ചെയ്യാം. അതല്ല നമുക്ക് 2 ഔട്ട്ലൈൻ ആയിട്ടൊക്കെ വരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നോക്കൂ, കണ്ടോ, ഇവിടെ ഈ ഓപ്ഷൻ എടുക്കാം. ഏത് ഔട്ട്ലൈനാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അത് നമുക്ക് വൃത്തം വരയ്ക്കുമ്പോഴും നമുക്ക് അതേ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ സർക്കിൾ വരച്ചു. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, എലമെന്റ് മെനുവിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രോക്ക് എന്ന് പറയാം. എന്നിട്ട് ഇതിൽ ഏത് സ്ട്രോക്കാണ് നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ നമുക്ക് ആ സ്ട്രോക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് കളേഴ്സ് കൊടുക്കണമെങ്കിൽ അറിയാമല്ലോ അല്ലെ. നമുക്ക് ഷോ കളേഴ്സ് എന്ന് പറയാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കളേഴ്സ് ഫില്ല് ചെയ്യാം. അപ്പൊ നമ്മൾ 3 ഓപ്ഷൻ പറഞ്ഞിരുന്നു. ഔട്ട്ലൈന്റെ കളർ മാത്രം മതിയെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഔട്ട്ലൈനിന്റെ എന്താ കളർ വേണ്ടത് പറയാം. ഇനി ഫിൽ കളർ മാറ്റണം. ഫില്ല് നമുക്ക് റെഡ് അല്ല വേണ്ട, വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫില്ലിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം, രണ്ടാമത്തെ ഓപ്ഷനിൽ. എന്നിട്ട് നമുക്ക് എന്ത് കളറാണ് ഫില്ല് ചെയ്യേണ്ടത് വെച്ചാൽ ആ കളർ പറയാം. ഓക്കെ, ഈ രണ്ടും ഒരേ കളർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഫിൽ ആൻഡ് ഔട്ട്ലൈൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിൽ ഏത് കളറാണ് വേണ്ടത് വെച്ചാൽ കളർ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ടിന്റ് അറിയാമല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ സർക്കിള് അല്ലെങ്കിൽ വൃത്തം വരയ്ക്കാൻ വേണ്ടി പഠിച്ചു. അതേപോലെ നമ്മൾ അടുത്തൊരു ടൂളാണ് പോളിഗൺ ടൂൾ എന്ന് പറയും. പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്,
അതായത് 4 വശത്തിൽ കൂടുതൽ വശങ്ങളുള്ളൊരു രൂപമാണ്. നോക്കൂ എത്ര വശമുണ്ട്? 2, 4, 6 വശങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് പോളിഗൺ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ്. ഓക്കെ, അപ്പൊ ഈ പോളിഗൺ ടൂളിന്റെ ഒരു പ്രത്യേകത, നമുക്ക് ഇതിന് എന്ത് ചിലപ്പോൾ ഇവിടെ നമുക്ക് 6 വശങ്ങളാണ് ഡിഫോൾട്ട് ആയിട്ട് കാണാനുള്ളത് അല്ലെ. നമുക്ക് ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വശങ്ങളൊക്കെ ആക്കി കൊടുക്കാം. നമുക്ക് 6 എന്നുള്ളത് 10, 20 വശങ്ങളൊക്കെ ആക്കിയെടുക്കാം. അത് നമുക്കൊരു കമാൻഡ് ഉണ്ട്. നമ്മൾ എലമെന്റ് മെനുവിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നോക്കൂ, ഏറ്റവും എൻഡിലായിട്ട് നമുക്ക് പോളിഗൺ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എലമെന്റ് മെനുവില് പോളിഗൺ സെറ്റിംഗ്സ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ പോളിഗന്റെ കുറച്ച് സെറ്റിംഗ്സ് നമുക്ക് പഠിക്കാം. അപ്പൊ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പോ 6 സൈഡ് ആണ് ഉള്ളത് അല്ലെ. നമുക്ക് അതിനൊരു 50 സൈഡൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ നോഡിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് നീക്കി കൊടുത്താൽ മതി. നോക്കൂ, അപ്പൊ ഇവിടെ നമ്പർ ഓഫ് സൈഡ്സ് കണ്ടോ മാറി വരും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് 50 സൈഡാ വേണ്ട വെച്ചാൽ 50 എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കൂ 50 സൈഡുള്ള ഒരു പ്രിവ്യൂ കാണിച്ചു തരുന്നുണ്ട് അല്ലെ. ഇനി നമുക്ക് ഇവിടെ സ്റ്റാർ ഇൻസെറ്റ് എന്നുള്ളത് നമ്മൾ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നോക്കൂ, ഈ ഓരോ വശങ്ങളെയും പിടിച്ചിട്ട് എന്ത് ചെയ്യും, ഇപ്പൊ 6 വശങ്ങളാണ് അല്ലെ. നമ്മൾ സ്റ്റാർ ഇൻസെറ്റ് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ഈ വശങ്ങളൊക്കെ പിടിച്ചിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ വലിക്കും. ഇതുപോലെ സ്റ്റാർ രൂപത്തിലായിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ചില വർക്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഓപ്പൺ സോൺ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ, ഇതിന്റെ ഉള്ളിലൊക്കെ കൊടുക്കണ കണ്ടില്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് വശങ്ങളുടെ എണ്ണൊക്കെ മാറ്റിയിട്ടൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ 30 എന്ന് കൊടുത്തു. 30 വശങ്ങളുള്ള ഒരു സ്റ്റാർ ഇൻസെറ്റ് കൂട്ടി കൊടുത്താൽ ഈ രൂപത്തിലായിരിക്കും നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഓക്കെ പറഞ്ഞു നോക്കൂ, കണ്ടോ നമ്മുടെ ആ ഒരു പോളിഗണെ നമുക്ക് ഈ രൂപത്തിൽ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ആദ്യം ഒരു പോളിഗൺ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, എലമെന്റ് മെനു ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ പറയാ പോളിഗൺ സെറ്റിംഗ്സ് എന്ന് പറയാ. ഓക്കെ, ഇനി ഈ പോളിഗൺ സെറ്റിംഗ്സിൽ എത്ര വശമുള്ള പോളിഗണാണ് നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ ആ വശങ്ങളുടെ എണ്ണം പറയാം. അതിനുശേഷം നമുക്ക് ഇതിന്റെ സ്റ്റാർ ഇൻസെറ്റ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ ഈ രൂപത്തിൽ സ്റ്റാർ രൂപത്തിലായിരിക്കും നമുക്ക് അതിനെ കാണാൻ സാധിക്കുക. മനസ്സിലായല്ലോ പോളിഗൺ. അപ്പൊ ഈ 3 ടൂളും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഉള്ള ഈ ഒരു ടൂളിനെ പരിചയപ്പെടാം. നമ്മൾ നേരത്തെ സ്കിപ്പ് ചെയ്ത് പോയൊരു ടൂളാണ്. റൊട്ടേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണിത്, റൊട്ടേഷൻ ടൂൾ. ഓക്കെ, നമുക്ക് ഈ ഒബ്ജക്റ്റിനെ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യണം, ഒന്ന് തിരിച്ചെടുക്കണം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ടൂള് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിൽ ഏത് ഒബ്ജക്റ്റിനെ തിരിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ ഏതെങ്കിലും ഒരു നോഡിൽ പിടിച്ച് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ നീക്കുക. നോക്കൂ, നമുക്ക് ഏത് ഇതിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ തിരിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, നമുക്കിങ്ങനെ തിരിച്ചെടുക്കാൻ സാധിക്കും. ഇതിനാണ് നമ്മൾ റൊട്ടേഷൻ ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ പേജ് മേക്കർ വിൻഡോയിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റുകളെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ, അത് നമുക്ക് ടെക്സ്റ്റിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു. അപ്പൊ നമ്മളിവിടെ മോർ ആൻഡ് വ്യൂസ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇതിനെ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം സെലക്ഷൻ ടൂൾ ഉണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റൊട്ടേഷൻ ടൂൾ എടുക്കാം. എന്നിട്ട് ഇതിലെ ഒരു സെലക്ഷന്റെ ഈ ഒരു എൻഡിൽ പിടിച്ചിട്ട് നമുക്ക് നോക്കൂ, ഇതിനെ എങ്ങനെ വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം. കണ്ടോ? ഓക്കെ, നമുക്ക് വേറൊരു ഓപ്ഷനിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, ഇവിടെ നമ്മുടെ കൺട്രോൾ പാലറ്റില് നമ്മൾ എടുത്ത ടൂളിന്റെ ഓപ്ഷൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കൂ, ഇവിടെ ഇതാണ് റൊട്ടേഷൻ. അപ്പൊ നമുക്ക് 10.82 ആണ് ഇപ്പൊ നമ്മൾ റൊട്ടേറ്റ് ചെയ്തത്. നമുക്കൊരു 90 ഡിഗ്രി അതിനെ റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, 90 ഡിഗ്രി. അപ്പൊ നമുക്ക് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത സമയത്ത് നമ്മളെ മോർ ആൻഡ് വ്യൂസ് എന്ന് പറയുന്ന വേർഡ് ഇരിക്കുന്നത് എങ്ങനെ നോക്കൂ, കണ്ടോ? നമുക്ക് അതൊന്ന് ടെക്സ്റ്റ് ഒന്ന് വലുതാക്കി എടുക്കാം. അപ്പൊ ശരിക്കും മനസ്സിലാവും. ഓക്കെ, മോർ ആൻഡ് വ്യൂസ് എന്ന് പറയുന്നത് നേരെ കുത്തനെയായിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് റൊട്ടേഷൻ ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? റൊട്ടേഷൻ ടൂൾ എടുക്കാം, എന്നിട്ട് നമുക്ക് ഇതിൽ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി എടുക്കാം. ഓരോ ഒബ്ജക്റ്റുകളെ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് കറക്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കൺട്രോൾ പാലറ്റിൽ നമുക്കത് സ്പെസിഫൈ ചെയ്തെടുക്കാം. നമുക്കതൊരു 90 ഡിഗ്രി വേണമെന്നുണ്ടെങ്കിൽ 90 ഡിഗ്രി, എത്ര വേണ്ട വെച്ചാൽ നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്തെടുക്കാം. മനസ്സിലായല്ലോ? ഇതാണ് റൊട്ടേഷൻ ടൂളിന്റെ ഉപയോഗം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത് നമുക്ക് ഇവിടെ ഒരു ഹാൻഡ് ടൂൾ ഉണ്ട്, ഹാൻഡ് ടൂൾ. ഈ ഹാൻഡ് ടൂൾ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഈ ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു കൈയിന്റെ ഒരു സിമ്പിൾ നമുക്ക് ഇവിടെ കാണാം. അപ്പൊ നമ്മൾ മൗസിന്റെ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഇത് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻവാസിനെ അല്ലെങ്കിൽ നമ്മുടെ പേജിനെ നമുക്ക് താഴോട്ടും മേലോട്ടൊക്കെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും, സ്ക്രോൾ ചെയ്തെടുക്കാം. ഓക്കെ, ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട് നമുക്ക് ഹാൻഡ് ടൂളിന്.
നമുക്കിപ്പോ നമ്മുടെ കയ്യിൽ ഇപ്പൊ സെലക്ഷൻ ടൂളോ ടെക്സ്റ്റ് ടൂളോ ഒക്കെ ആണെങ്കിൽ നമ്മൾ കീബോർഡിൽ ആൾട്ട് കീ ഹോൾഡ് ചെയ്യുക. ആൾട്ട് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ നെക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹാൻഡ് ടൂളിന്റെ ഫംഗ്ഷൻസ് അവിടെ വർക്ക് ചെയ്യും. കേട്ടോ, നമ്മളതിൽ ഏത് ടൂൾ ആയിക്കോട്ടെ നമുക്ക് എന്ത് ചെയ്യണം, ഹാൻഡ് ടൂളിന്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആൾട്ട് എന്ന കീ പ്രസ് ചെയ്തിട്ട് നമ്മൾ മൗസ് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അത് ഹാൻഡ് ടൂൾ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങോട്ടാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാം. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടൂൾ ഏത് ടൂളാണോ റെക്ടാങ്കിൾ ആണ്, അപ്പൊ നമുക്ക് റെക്ടാങ്കിളിന്റെ ഫംഗ്ഷൻ പിന്നെ വർക്ക് ചെയ്യിക്കുക. അപ്പൊ ഏത് ടൂൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് താഴോട്ടൊന്ന് പോകണം എന്നുണ്ടെങ്കിൽ ആൾട്ട് ഹോൾഡ് ചെയ്തിട്ടൊന്ന് ഇങ്ങനെ മാന്തി കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ നാടൻ ഭാഷയിൽ പറയില്ലേ മാന്തുക എന്നൊക്കെ. അപ്പൊ ഇങ്ങനെ മെല്ലെ ഒന്ന് മാന്തി കൊടുത്തു കഴിഞ്ഞാൽ താഴോട്ടും മേലോട്ടും നമുക്ക് ഇത് കാണാൻ സാധിക്കും. അപ്പൊ ഹാൻഡ് പിന്നെ നമ്മൾ മാഗ്നിഫയർ ആണ് ക്ലിക്ക് ചെയ്യാം. നമുക്ക് വലുതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ വിൻഡോ വലുതായി വരും. ഓക്കെ, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വലിയതായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഏത് സൈസിലാണ് നമുക്ക് വേണ്ടത് കാണേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അതിൽ നമുക്കൊരു 3 ഓപ്ഷൻ ആദ്യം പറയാം. ഇവിടെ നോക്കൂ, ആക്ച്വൽ സൈസ് എന്ന് പറഞ്ഞാൽ ഈ ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യുമ്പോൾ എത്ര വലിപ്പത്തിലാണോ കിട്ടുക അതാണ് ആക്ച്വൽ സൈസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈസിലായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ നോക്കൂ, ഫിറ്റ് ഇൻ വിൻഡോ. നമ്മുടെ വിൻഡോയിൽ ഫിറ്റ് ആയിട്ട് നിൽക്കും. ഞാനൊന്ന് ചെറുതാക്കട്ടെ. വിൻഡോയില് നമ്മുടെ സ്ക്രീൻ നമ്മുടെ കറക്റ്റ് വിൻഡോയില് താഴെ മേലെ ഇങ്ങനെ തട്ടി നിൽക്കും. അപ്പൊ ഫിറ്റ് ആയിട്ട് നിൽക്കും. അതാണ് ഫിറ്റ് ഇൻ വിൻഡോ. ഓക്കെ, ഇത് നമുക്ക് ആക്ച്വൽ സൈസ് എന്ന് പറയുമ്പോൾ ഇതാണ് ശരിക്കും ഇതിന്റെ പ്രിന്റ് സൈസ്. നോക്കൂ, ഇത്രയും വലുപ്പത്തിലാവും നമുക്കിത് പ്രിന്റ് ചെയ്ത് കിട്ടും. അതേപോലെ നമുക്ക് എൻറ്റയർ പേസ്റ്റ് ബോർഡ് ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് നോക്കൂ, ഒരു പേസ്റ്റ് ബോർഡ് നമുക്ക് കാണാം. ഇതിൽ നമ്മുടെ പേജ് ഇവിടെ കാണാം ചെറുതായിട്ട്. ശരിക്കും നമ്മുടെ പേജ് ഇത്രയേ ഉള്ളൂ നമ്മുടെ പേജ്. ഒരു പേസ്റ്റ് ബോർഡിൽ നമ്മളെ പേജിനെ കാണാനാണ് എൻറ്റയർ പേസ്റ്റ് ബോർഡ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. നോക്കൂ, എൻറ്റയർ പേസ്റ്റ് ബോർഡ്. പിന്നെ നമുക്ക് ഓരോ പെർസെന്റേജിൽ നമുക്ക് ഇതിനെ സൈസ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾക്ക് 50% ഇത് കണ്ടു വെച്ചാൽ 50% സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി അതല്ല 75% കണ്ടു വെച്ചാൽ 75%. അപ്പൊ നമുക്ക് ഓരോ പെർസെന്റേജ് ചൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. 100% കാണുക 100%. ഇതാണ് ഇതിന്റെ നോർമൽ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ സൂം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ടൂൾ എടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, സൂം ചെയ്ത് വരും. ഓക്കെ, ഇനി തിരിച്ച് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആക്ച്വൽ സൈസിലേക്ക് ആക്കാം, ഫിറ്റ് ഇൻ വിൻഡോ ആക്കാം, എൻറ്റയർ പേസ്റ്റ് ബോർഡ് ആക്കാം. മനസ്സിലായല്ലോ അതിന്റെ 3ന്റെയും പ്രത്യേകത. ഓക്കെ, അപ്പൊ ഇത്രയും ടൂൾസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത നമുക്ക് മറ്റൊരു ടൂൾ കൂടെ പരിചയപ്പെടാം. ടെക്സ്റ്റ് ബോക്സ് എന്നാണ് പറയുന്നത്. നമുക്ക് ടെക്സ്റ്റ് ഒരു ബോക്സിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് ടെക്സ്റ്റ് ബോക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ടൂൾ ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ഇതാണ് ടെക്സ്റ്റ് ബോക്സ് ടൂൾ. ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്ക് എവിടെയാണോ ബോക്സിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടത് വെച്ചാൽ അവിടെ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ടെക്സ്റ്റ് ടൂൾ എടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിന്റെ ഉള്ളിൽ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മോർ ആൻഡ് വ്യൂസ്. അപ്പൊ നമുക്കിതിനെ സെലക്ട് ചെയ്യാം, സൈസ് കൂട്ടി കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. കണ്ടോ, സെന്റർ ആക്കി കൊടുക്കാം, അണ്ടർലൈൻ കൊടുക്കാം, ഒക്കെ ചെയ്യാം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഇതൊരു ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, നമുക്കിതിനെ എവിടെ കൊണ്ടുപോയാലും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും ഇത് വരുന്നത്. ഓക്കെ, ഇതേപോലെ നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ചെയ്ത പോലെ ടെക്സ്റ്റ് എലിപ്സ് ഉണ്ട്, അല്ലെങ്കിൽ ടെക്സ്റ്റ് സർക്കിൾ ഉണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ടൈപ്പ് ചെയ്യാനൊരു ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. ഓക്കെ, മോർ ആൻഡ് വ്യൂസ്. കണ്ടോ, നമുക്ക് ഇതിന്റെ സൈസ് ഒക്കെ കൂട്ടി കൊടുക്കാം. ഓക്കെ, സെന്റർ ചെയ്യാം, ബോൾഡ് ചെയ്യാം, അണ്ടർലൈൻ കൊടുക്കാം, ഒക്കെ ചെയ്യാം. ഓക്കെ, ഇനി നമ്മള് നമ്മുടെ സെലക്ഷൻ ടൂൾ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യും, ഇതൊരു ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ട് നമ്മുടെ കൂടെ വരും. ഓക്കെ, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ നമുക്ക് സർക്കിൾ, അതിനാണ് നമ്മൾ ടെക്സ്റ്റ് സർക്കിൾ എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് പോളിഗണിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. ക്ലിക്ക് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യാം, പോളിഗൺ വരയ്ക്കാം. ശേഷം ടെക്സ്റ്റ് ടൂൾ ക്ലിക്ക് ചെയ്യാം. ശേഷം നമുക്ക് പോളിഗണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പറയാം.
ഓക്കെ, നമുക്ക് അതിന്റെ ഫോണ്ട് ഒക്കെ ഒന്ന് വലുതാക്കി കൊടുക്കാം, സെന്ററിൽ ചെയ്യാം. ഓക്കെ, നമുക്ക് നേരത്തെ നമ്മൾ പോളിഗൺ ചേഞ്ച് ചെയ്തില്ലേ, അതിന്റെ വശങ്ങളെയൊക്കെ എണ്ണം കൂട്ടിയില്ലേ, അതൊക്കെ നമുക്ക് കൂട്ടി കൊടുക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ പോളിഗൺ ഒന്ന് സെലക്ഷൻ ടൂൾ കൊണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം പോളിഗൺ സെറ്റിംഗ്സ് എടുക്കുക. അപ്പൊ നമുക്ക് എത്ര വശങ്ങളാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മളൊരു 25 വശമായിട്ട് ചെയ്യാൻ പറഞ്ഞു. അതുപോലെ നമ്മൾ സ്റ്റാർ ഇൻസെറ്റ് ഈ രൂപത്തിൽ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, നമുക്ക് മോർ ആൻഡ് വ്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്റ്റാർ രൂപത്തിൽ കിട്ടി. ഇതിൽ നമുക്ക് കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ ചെയ്ത ഷോ കളേഴ്സ് പറയാം. ഓക്കെ, നമ്മൾ പറയുന്നു ഇതിൽ നമ്മൾ ഔട്ട്ലൈൻ കളർ, ഇങ്ങനെ ഓരോ കളർ ഉണ്ടല്ലോ, നമുക്ക് ഔട്ട്ലൈനിന് നമ്മൾ കൊടുക്കുന്ന കളർ നമുക്ക് റെഡ് കളർ കൊടുക്കണം. ഓക്കെ, നമുക്ക് റെഡ് കളർ വന്നിട്ട് ഇതിൽ ഫില്ല് ചെയ്യുന്ന കളർ നമുക്ക് ഒരു ഗ്രീൻ കളർ കൊടുക്കും കേട്ടോ. ഈ ടെക്സ്റ്റ് കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ ടെക്സ്റ്റിനെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടെക്സ്റ്റിന്റെ എന്താ കളർ വേണ്ടിച്ചാൽ ആ കളർ. മനസ്സിലായല്ലോ? അപ്പൊ വളരെ ഈസി ആയിട്ട് നമ്മുടെ അഡോബ് പേജ് മേക്കറിലെ എല്ലാ ടൂൾസും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇതിൽ നമുക്ക് ക്രോപ്പ് ടൂൾ ഉണ്ട്. നമുക്കൊരു പിക്ചർ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ക്രോപ്പ് ടൂൾ ഉപയോഗിക്കുന്നത്. നമുക്ക് സാധാരണ മറ്റുള്ള ആപ്ലിക്കേഷനിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ നമുക്കൊരു ഇമേജിനെ ക്രോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ് ക്രോപ്പ് ടൂൾ. ഓക്കെ, അപ്പൊ ഇത്രയും ടൂൾസ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് വഴി ആ സംശയങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാ സംശയങ്ങൾക്കും വ്യക്തമായ മറുപടി എന്നിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പതിവ് പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇതിന്റെ ബാക്കി പാഠഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.